രണ്ടുപേരും തൃശ്ശൂരുകാരല്ലേ? സാറിന്റെ വീട് തൃശ്ശൂരാ, ഞാനും തൃശ്ശൂർക്കാരിയാ അല്ലേ? അതിന്റെ ഒരു ഭാഷയ്ക്ക് തന്നെ ഒരു താളം ഉണ്ട് അല്ലേ? ഇല്ലേ? ശരിക്കും ഞാൻ ശ്രദ്ധിച്ചിട്ടെങ്കിൽ നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കും. അവരെന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയാൻ ഞാൻ ഒരു 5 മിനിറ്റ് താമസിക്കും. അത് ആ ഭാഷ ഒന്ന് കേട്ടോണ്ടിരിക്കും. ശരിയാ അല്ലേ? ഇനിയിപ്പോ ഞാൻ അടുത്ത എന്തായാലും എന്റെ ഡിഷ് ഒന്ന് സെർവ് ചെയ്തിട്ട് ഞാൻ ബാക്കി വിശേഷം. എന്താ അതല്ല, ഞാനിപ്പം ഇന്ന് ഗായത്രിക്ക് സ്പെഷ്യൽ ഞാൻ ചെയ്തേക്കുന്ന പനീറാണ്. അതെന്നാ ഗായത്രി കുഞ്ഞുനാളിലെ മുതൽ വെജായിരുന്നോ? അല്ലല്ല, ഞാൻ നിർത്തിയതാണ്. ഞാൻ ഒരു 15 വർഷമായി നിർത്തിയിട്ട്. ഞാൻ ഈ യോഗ മെഡിറ്റേഷൻ ഒക്കെ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പോവാമെന്ന് വിചാരിച്ചു. പക്ഷെ ഗായത്രി ഇപ്പൊ ഞാൻ എന്നറിയാവോ, ഞാൻ ഈ പറഞ്ഞ കൂട്ട് ഇടിയപ്പത്തിന്റെ കൂടെ ആ സ്നാക്ക് കഴിക്കാൻ അത് സാരമില്ല, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തോളാം. ഗായത്രി വീട്ടിലെങ്ങനാ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യും? ഞാൻ നല്ല സംക്രാന്തിക്ക് വിഷുവിനൊക്കെ വൺസ് ഇൻ എ ബ്ലൂ മൂൺ അല്ലേ? ബ്ലൂ മൂൺ. പക്ഷെ ഞാൻ ആകെ ഉണ്ടാക്കണ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ആണ്. എനിക്ക് മലയാളി ഡിഷ് ഒന്നും ഉണ്ടാക്കാറില്ല. നോർത്ത് ഇന്ത്യൻ കാരണം വെച്ചാൽ എനിക്ക് തേങ്ങ അരക്കാനൊക്കെ മടിയാ. മലയാളി ഡിഷിനൊക്കെ തേങ്ങയും കുറെ പണിയെടുക്കണല്ലോ, അതൊന്നും വയ്യ. ഇതൊക്കെ നമ്മുടെ പ്രേക്ഷകരും കേൾക്കുന്നുണ്ട്. തേങ്ങ അരക്കാനും ഒക്കെ പാടാൻ പറയുമ്പോ ഞങ്ങളുടെയൊക്കെ അമ്മമാർ ഇടി തരും, ഇടി. ഞാനിങ്ങനെ കുറെ എളുപ്പമുള്ള കുറച്ച് ഡിഷസ് ഉണ്ട്. സോട്ടേഡ് വെജിറ്റബിൾസ്, വെറുതെ ഒലിവ് ഓയിലില് സോർട്ടഡ് വെജിറ്റബിൾസ് എന്നൊന്നും പറഞ്ഞിട്ട് നമ്മുടെ പ്രേക്ഷകർ പേടിക്കണ്ട. സംഭവം വേറെ ഒന്നല്ല, ചുമ്മാ ബട്ടറിൽ അങ്ങോട്ട് വരട്ടിയെടുക്ക. ഈ പരിപാടിയല്ലേ ഉള്ളൂ. പേര് പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കാം. പനീർ ബുർജി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള. പിന്നെ ആലു ഇവിടെ പിടിച്ച് നിർത്തും. അതിനേക്കാൾ നല്ല ഹോട്ടലിൽ പോയി കഴിച്ചപ്പോ സർ, ഈ പനീർ ബുർജി ഒക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ സർ? ഇതുപോലെ എളുപ്പമുള്ള സാധനം ഇതൊന്നും അല്ലാതെ വേറെ ഒന്നും ഇല്ല. മിടുക്കി സർ. ചേച്ചി നല്ലതായിട്ട് കുക്ക് ചെയ്യോ? വൈഫ് അപാരമായിട്ട് നന്നായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ അടുത്ത് കണ്ട് സാധാരണയായിട്ട് ഒരുപാട് കാലമായിട്ട് നന്നായിട്ട് ഉണ്ടാക്കിയിരുന്നു. പക്ഷെ ഇപ്പം ഈ അടുത്ത കാലത്ത് ചിലപ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഷസ്, ഒരുപാട് വ്യത്യസ്തമായ ഡിഷസ് ഡെയിലി ഓരോന്ന് മാറി ഇത്. അതായത് നമുക്ക് മൊണോട്ടണി ഉണ്ടാവില്ല, എന്ന് കിട്ടുന്നു. അത് ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഒരു പരിചയമില്ല. ഞാൻ എപ്പോഴും ചോദിക്കും ഇത് എന്താണ് സാധനത്തിൽ, എന്താ ഇട്ടിരിക്കണേന്ന് ചോദിക്കും. എന്താ സംഭവം എന്നറിയോ? കാലത്തൊട്ട് വൈകുന്നേരം വരെ ടി വിയുടെ മുമ്പിലാണ് സകല കുക്കറി ഷോയും എല്ലാ ഷോയും കാണുന്നുണ്ട്. അപ്പൊ ചേച്ചി എന്നാ പിന്നെ കൊണ്ടുവരാ? അതാ ഞാൻ പറഞ്ഞത്. അവൾ അത് കണ്ടത് കൊണ്ടാണ് അവള് വരാത്തത്. കാരണം ചീത്തയല്ല, ഞാൻ പറഞ്ഞു, പല നുണകളും പറഞ്ഞു നോക്കി. നീ എന്റെ കൂടെ ജസ്റ്റ് വരണമെന്നുള്ള അവിടെ ഇതൊന്നും എന്റെ അടുത്ത് പറഞ്ഞു. ഇതൊക്കെ ഞാൻ കണ്ടിട്ടുള്ള പ്രോഗ്രാമാണ്. അവിടെ വന്നാൽ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടതെന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വരത്തില്ല. കണ്ടില്ലേ ചേച്ചിയോട് ഇനി ചെന്നിട്ട് ഇറ്റ്സ് വെരി ടേസ്റ്റി. അതിന്റെ ഇടയ്ക്ക് അത് മറന്നു പോകണ്ട. നമ്മൾ പക്ഷെ ഭക്ഷണം കഴിക്കുന്നില്ല, നമ്മൾ വർത്താനം പറയും. കഴിക്കണം എന്നിട്ട് ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞ് ചോദിക്കാം. അല്ല, ചോദിച്ചോളൂ. നമ്മൾ ഗായത്രി നെക്സ്റ്റ് വർക്ക് ചെയ്താ ഗായത്രി ചെയ്യുന്നത്? ഞാനിപ്പോൾ അവസാനം ഇറങ്ങിയത് ലോഹം, രഞ്ജിത്ത് സാറിൻ്റെ. അതിൽ അമൽ ആൻ്റണി അറിയാം സാറിന് നന്നായിട്ട് അറിയാം. അമൽ ആൻ്റണി ഞാനും കൂടി ഒരു നല്ലൊരു ഡുവറ്റ് ഉണ്ട്. പിന്നെ ജിലേബി, അതിൽ വിജയ് ബാൽജി ചെയ്തൊരു നല്ലൊരു പാട്ടുണ്ട്. സാറിൻ്റെ പുതിയ പ്രോജക്ട്സ് ഏതൊക്കെയാണ്? പുതിയ പ്രോജക്റ്റ് ഇപ്പോൾ കമലിൻ്റെ ഒരു പടം ഇപ്പോൾ ഇറങ്ങി, ഉട്ടോപ്പിയയിലെ രാജാവ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. അതിനുശേഷം ഇപ്പം ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആരംഭിക്കുകയാണ്. അത് കനൽ എന്ന് പറഞ്ഞ പത്മകുമാർ, സുരേഷ് കുമാർ ടീമിൻ്റെ ഒരു പടമാണ്. മോഹൻലാൽ അഭിനയിക്കുന്നത്. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ചെറിയ പടങ്ങളുണ്ട്, അതൊക്കെ വന്നു പോയിക്കൊണ്ടിരിക്കും. പിന്നെ മേജറായിട്ടുള്ളൊരു പടം എന്ന് പറഞ്ഞാൽ അത് കമ്പോസിങ് തുടങ്ങിയിട്ടില്ല. ബട്ട് നെക്സ്റ്റ് പിക്ചർ ഈസ് ദാറ്റ് ലാൽ ജോസിൻ്റെ സഞ്ജു ബോബി തിരക്കഥ എഴുതുന്ന നിവിൻ പോളി അഭിനയിക്കുന്ന ഒരു പടം. ദാറ്റ് വിൽ ബി മോസ്റ്റ്ലി ഇൻ നവംബറിൽ കമ്പോസിങ് ഉണ്ടാവും. ഇപ്പോഴത്തെ ജനറേഷനിലെ പാട്ടിനെ കുറിച്ച് എനിക്ക് സാറിന് ഒരു അഭിപ്രായം ഇല്ലേ ഗായത്രി? പഴയ പാട്ട് വൺസ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ മനസ്സിലൂടെ നമുക്ക് ആ വീണ്ടും ഒരുപാട് പ്രാവശ്യം കേൾക്കാൻ പറ്റും. നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റും. അതിൻ്റെ ആ എലമെൻറ്റ്സ്, അതിലുള്ള അതാണ് നമ്മൾക്കത് ഫീൽ ചെയ്യും. ഇപ്പോൾ വരുന്നത് കേൾക്കുമ്പോൾ ഒരു സർപ്രൈസ് ഉണ്ടാക്കുന്നുണ്ട്, ഒരു ഗ്രേറ്റ് സർപ്രൈസ്. ആ സർപ്രൈസ് എന്ന് പറയുന്ന സംഭവത്തിൻ്റെ അർത്ഥം അറിയാലോ. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കാണുമ്പോൾ ഒന്ന്
ഒരു അത്ഭുതപ്പെട്ട് അല്ലേ, നമ്മളൊന്ന് അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം. അത്ഭുതപ്പെടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഗ്ലാസ്സിൽ വെള്ളമില്ല, സീം ഭൂം ബാ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഗ്ലാസ്സിൽ വെള്ളം വെച്ച് നമ്മൾ ഞെട്ടും. പിന്നെ ആ ഗ്ലാസ് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് യാതൊരു ഞെട്ടലും ഒരു ഞെട്ടലും ഉണ്ടാവില്ല. അപ്പോൾ ഈ സർപ്രൈസിന് ഫസ്റ്റ് വരുന്ന ഇമ്പാക്റ്റ് വളരെ കൂടുതലുമാണ്. അതേ സമയത്ത് പിന്നീട് അതിൻ്റെ വാല്യൂ കുറഞ്ഞ് താഴെ പോകും. ഭയങ്കര നല്ലൊരു സിമിലിയാണ്. ഇപ്പം പറഞ്ഞൊരു ഉപമയുണ്ടല്ലോ, അത് ദാറ്റ്സ് പെർഫെക്റ്റ്. ഞാനിത് അനലൈസ് ചെയ്തിട്ടുണ്ട്. പഴയ പോലെ നല്ല പാട്ടുകളും ഇടയ്ക്ക് കേട്ടാൽ ഇപ്പോഴത്തെ തലമുറയ്ക്കും കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു നൊസ്റ്റോൾജിയ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന നൊസ്റ്റോൾജിയ പാട്ടിലൂടെ ഉണ്ടാവില്ല, മറ്റു കാര്യങ്ങൾ ഭക്ഷണത്തിന്റെ കാര്യത്തിലുണ്ടാവും. അതുണ്ടാവില്ല എന്നെ പോലുള്ള ആൾക്കാരാണ്. വെജിറ്റബിൾസ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കുന്ന പരിപാടിയാ ഗായത്രിക്ക്. ഇപ്പഴല്ലേ സത്യം വെളി വന്നേ. ഇപ്പൊ വിശപ്പ് വരുന്നത്. ഞാൻ ഒരു പ്ലീസ് സാർ കുറെ നേരം സംസാരിക്കും, ഞാൻ ഇടയിൽ കഴിക്കുന്നുണ്ട് സാർ. അത് കുറച്ചേരം സംസാരിക്കും. ഞാൻ എന്തായാലും ഞങ്ങളുടെ ഷോയിലേക്ക് വന്ന സാറിനും ഗായത്രിക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ്. താങ്ക്സിൽ മാത്രം നിൽക്കത്തില്ല ഗായത്രി, എനിക്ക് നല്ലൊരു പാട്ട് കൂടെ പാടി കഴിച്ചിട്ടുണ്ട്. കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു നല്ലൊരു പാട്ട്, അതായത് സാറിന്റെ കൂടെ ഞാനിങ്ങനെ കേൾക്കുമ്പോഴും കഴിക്കാൻ പറ്റുന്നില്ല, സംസാരിക്കുമ്പോൾ പിന്നെ കഴിക്കാൻ പറ്റൂല. എന്നും കുക്ക് ചെയ്യുമ്പോൾ ബോറടിക്കില്ലേ? ശരിക്കും കുക്കിംഗ് ഇതുവരെ ബോറായിട്ട് ഫീൽ ചെയ്തില്ല ഗായത്രി. ശരിക്കും എന്താണെന്നറിയോ, ഈ പറഞ്ഞ കൂട്ട് എനിക്ക് ഞാനൊരു ടിപ്സ് തരാം. ഓ പറയണം. കുക്കിംഗ് ബോറടിക്കാത്തതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ, അത് കഴിക്കുന്നവരുടെ അപ്രീസിയേഷൻ. അതൊരു വലിയൊരു പോയിന്റ്. അത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ പക്ഷേ ഇടയ്ക്ക് എൻ്റെ വൈഫ് ഇത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുഴപ്പമാവും. എന്നാലും പറയാം, പുതിയ പുതിയ സാധനങ്ങൾ വരുമ്പോൾ ഞാൻ പറയും ഉഗ്രനായിട്ടുണ്ടെന്ന്. കുറച്ച് അല്ല അങ്ങനെയല്ല, ഉഗ്രനായിട്ടുണ്ടെന്ന് പറയും. കാരണം അത് നന്നായിട്ടുണ്ടാവില്ല, പക്ഷെ എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പരിപാടികൾ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് എൻകറേജ്മെന്റ് അത് പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മള് ഒത്തിരി കഷ്ടപ്പെട്ട് ഉണ്ടാക്കി എന്നാ സ്ട്രെയിൻ ആണെന്നറിയോ ഗായത്രിക്ക്. അത് പറഞ്ഞാൽ മനസ്സിലാവോ ഗായത്രി? ഇതേപോലെ സോർട്ടഡ് വെജിറ്റബിൾ മാതിരി അല്ലല്ലോ. അപ്പൊ ആ കഷ്ടപ്പെട്ട് ഗായത്രി മാറ്റും ഞങ്ങള്. ഗായത്രി ഇനി കുറച്ചു നേരത്തേക്ക് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു പാട്ട് പാടി. കിനാവിലെ ജനാലകൾ തുറന്നിടുന്നതാരാണോ, വിമുഖമാം വിപഞ്ചിയിൽ വിരൽ തൊട്ടതാരാണോ, നിലാത്തൂവലാലെ മുടി മെല്ലെ മെല്ലെ തലോടി മയക്കുന്ന കാറ്റിൻ്റെ കൈകളോ, കിനാവിലെ ജനാലകൾ തുറന്നിടുന്നതാരാണോ. ഇടയിലൊരു ബീറ്റ് സ്കിപ്പ് ചെയ്തു, അത് വെള്ളം കഴിച്ചതിന്റെ ഇടയിൽ താങ്ക് യു വെരി മച്ച്. ഞങ്ങളുടെ ഷോയിൽ വന്ന് ഇത്രയും വിശേഷങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവച്ചതിന് സാറിനും ഗായത്രിക്കും വളരെ താങ്ക് യു ആനി ഫോർ ദ ലവ്ലി ഫുഡ്. താങ്ക് യു സോ മച്ച്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഷോയിൽ വരുന്നത്. അല്ല, ഒരു ഷോയിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് ആദ്യമായിട്ടാണ്. സാറ് വീട്ടിൽ ചെന്നിട്ട് ചേച്ചിയോട് പ്രത്യേകം പറയണം ഞങ്ങളുടെ ഫുഡ് കഴിച്ചു എന്നിട്ട് ഈ പറഞ്ഞ കൊണ്ട് ചേച്ചി വരാത്തതിലൊരു ചെറിയ വിഷമമുണ്ടെന്ന് തീർച്ചയായിട്ടും പറഞ്ഞിരിക്കും.